എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിക്കും. 1 തെസ്സലോനിക്ക 5:16, 17, 18 തിരുവചനങ്ങളാണ്. നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും നന്ദിയോടെ ആയിരിക്കാം. പ്രാർത്ഥന ഗാനത്തിനായി ശ്രീമതി റെഗിന പാവർത്തിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. നിന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ ഭയമല്ലേ അമ്മേ, നീ ഭയമല്ലേ. നിന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. എനിക്ക് താങ്ങായി നിൽക്കണമേ, എന്റെ ഹൃദയം തളരും, എനിക്ക് താങ്ങായി നിൽക്കണമേ. നിന്റെ ദയതൻ കൽപ്പടയിൽ എന്നെ ഇരുത്തണമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുത് കന്യാമറിയമേ, കനിവിൻ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. വളരെ നന്ദിയായി ഇതിനെ പ്രാർത്ഥന ആരംഭിച്ചു. താങ്ക് യു. അടുത്തതായി സ്വാഗതം പറയാനായിട്ട് കുമാരി ലീന MJ നാട്ടികയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 246ാമത് സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ ദൗത്യം. അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്ന USA മേറ്റർ ഡി പാരിഷ് ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ അനിൽ അക്കരെ അച്ഛനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് സിനിമ, നാടക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ ശൈലേഷ് സാറാണ്. തിയേറ്റർ, അമേച്ചർ, പ്രൊഫഷണൽ, തെരുവു നാടകങ്ങൾ അങ്ങനെ 500-ൽ പരം വേദികളിൽ നിറസാന്നിധ്യമായി തീരുകയും ശൈലി ചാപ്പി എന്ന് അറിയപ്പെടുകയും ചെയ്യുന്ന ശ്രീ ശൈലേഷ് സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നത് തൃശൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ശ്രീ പ്രഭനൻ ചൂണ്ടേല പറമ്പിൽ സാറാണ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കാനും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീ പ്രഭനൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് അംഗവും ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ലീഡറുമായ ആനി തെക്കൻതാണിശ്ശേരിയെ ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ഭക്തിയോടെ ആലപിച്ച ശ്രീമതി റഹീന പാവർട്ടി, റിപ്പോർട്ട് ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് ചേട്ടൻ കൊരട്ടി, അവതരണം വളരെ മനോഹരമായി നടത്തുന്ന ശ്രീ ജോയ് ചേട്ടൻ പള്ളിക്കുന്ന്, നന്ദി പറയാനെത്തിയ ശ്രീ സിജോൺ പറപ്പുകർ എന്നിവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
246 സ്നേഹസംഗമം വളരെ മനോഹരമാക്കാൻ എത്തിച്ചേർന്ന ഗ്രൂപ്പുകളിലെ എല്ലാ അംഗങ്ങളെയും, ദർശന ക്ലബിലെ എല്ലാ പ്രവർത്തകരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ച് കൊണ്ട് നന്ദി, നമസ്കാരം. ലീന എം.ജെ. നാട്ടിക. വളരെ ഭംഗിയായി സ്വാഗതം പറഞ്ഞ ലീന. അടുത്തതായി റിപ്പോർട്ട് വായിക്കാനായിട്ട് കർത്തിയെ സ്നേഹം ക്ഷണിക്കുന്നു. ഇന്ന് ഈ ആഴ്ച നമ്മുടെ സ്നേഹസംഗമം നടത്തുന്നത് ദർശന ജീവന്റെ ഉറവയാണ്. അടുത്ത ആഴ്ച ദർശനയുടെ സംഘായ തിരുഹൃദയ ഗ്രൂപ്പാണ്. 2010 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2021 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവാർജിക്കുവേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയർക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക ക്ഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. ദയവ് ചെയ്ത് ആരോ ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഓഫ് ചെയ്താൽ ഇനി വരുന്നവർക്കും നന്നായിരിക്കും. പ്രിയരെ 28/2/2026 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ സോളമൻ കടപ്പാട്ട് പറമ്പിൽ
CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 245ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പാണ്. അവതരണം കുമാരി സീമ എടക്കളത്തൂർ. പ്രാർത്ഥന ശ്രീ ഉമേഷ് KK. സ്വാഗതം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷനിലേക്ക്. സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും മറ്റുള്ളവർക്കും നമസ്കാരം. വളരിക്കര കോളേജിൽ വെച്ച് നടന്ന കലാമികവ് രാമകൃഷ്ണൻ മാഷും സീമയുടെയും നേതൃത്വത്തിൽ വളരെ ഭംഗിയായി മികച്ച രീതിയിൽ നടന്നു. വളരെ സഹകരണമായിരുന്നു. പങ്കെടുത്തവർക്കും എല്ലാവർക്കും നന്ദി. ഗ്രൂപ്പ് ലീഡേഴ്സ് വഴി 10 പേർക്ക് മെഡിക്കൽ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യുക. 4-ാം തീയതി ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത അന്നമട ആസ്ഥാ ഭവനിലെ പ്രൊജക്ട് കോർഡിനേറ്റർ റവറൻ സിസ്റ്റർ ജോസ്ലിൻ SCHF ആയിരുന്നു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. 40 ഭിന്നശേഷിയുള്ള മക്കളാണ് ആശാ ഭവനിലുള്ളത്. അവർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നു. ഞങ്ങളുടെ മക്കൾക്ക് കലാമികവിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. റിപ്പോർട്ട് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ദർശന സർവീസ് സൊസൈറ്റിയുടെ നട്ടെല്ലായ സോളമനച്ചൻ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നു. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി വന്നത് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മലയാള വിഭാഗത്തിലെ ഡോക്ടർ ഉർസുല N മാഡമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ സോളമനച്ച, ഉദ്ഘാടനം ചെയ്ത റവൻ സിസ്റ്റർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസേട്ടൻ, അവതരണം നടത്തുന്ന സീമ, വിശിഷ്ടാതിഥി വന്ന ശ്രീ പ്രബലൻ, ആശംസ പറയുന്ന ലിജോ, നന്ദി പറയുന്ന സിജോൺ. സീമയാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത്. ജോസേട്ടൻ റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോഴാണ് ദർശന പ്രവർത്തനങ്ങൾ ഇത്രമാത്രം കൂടുതൽ അറിയാൻ സാധിച്ചത്. പരിമിതികളില്ലാത്തവരില്ല. ഈ ക്ലബിലെ അംഗങ്ങൾക്കും സോളമനച്ചനും ആശംസകൾ നേരുന്നതോടൊപ്പം വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് ശ്രീ ലിജോ മച്ചാളാണ്. അധ്യക്ഷൻ സോളമനച്ച, ഉദ്ഘാടനം ചെയ്ത സിസ്റ്റർ ജോസ്ലിൻ, മുഖ്യാതിഥി ഉസ്ലമയം, അവതരണം നടത്തുന്ന സീമ, റിപ്പോർട്ട് വായിച്ച ജോസേട്ടൻ, പ്രാർത്ഥന ചൊല്ലിയ ഉമേഷ് യൂസേട്ട. ഞാൻ 80% ബ്ലൈൻഡായ ഒരു ഭിന്നശേഷിക്കാരനാണ്. ദർശന വലിയൊരു സംഘടനയാണ്. ദർശന ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സോളമനച്ചനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലിജോ മച്ചാട് മനോഹരമായ ഗാനാലാപനം നടത്തി. യോഗം അവസാനം നന്ദി പറഞ്ഞത് ശ്രീ സിജോൺ പറപ്പൂക്കര. യോഗം അവസാനിച്ചു. ഈ മാസത്തെ നറുക്കെടുപ്പ് വിജയികൾ: മേഗി സൈമൺ, ഐവിൻ, ഷാലി, ലില്ലി ആറ്റത്തറ, ലിജി, മേരി വടൂക്കര, ബിന്ദു KK, റെജി, ജിഫിൻ, സുബിൻ. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ. വളരെ ഭംഗിയായി റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസേട്ടന് ഒത്തിരി താങ്ക്സ്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ദർശന ക്ലബ്ബ് ഡയറക്ടറും ദർശന ക്ലബ്ബ് സൊസൈറ്റി പ്രസിഡന്റുമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഈ സ്നേഹസംഗമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രമുഖരും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള എല്ലാവരെയും കൃത്യമായ സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ സ്നേഹസംഗമത്തിൽ വരാനായിട്ട് പ്രാവശ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കടന്നു വന്നതാണ്. കാരണം ഇന്ന് ഞാൻ ഹൈദരാബാദില് രംഗാറെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏകദേശം ഒരു 3000-ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. അവിടെയാണ് നമ്മുടെ നാഷണൽ പാരാ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുന്നത്. ഒരാൾ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, അത് ഓഫാക്കി വെക്കുക. അപ്പോൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ദർശനയുടെ ഭാഗത്തു നിന്ന് രഞ്ജിനി, സെബാസ്റ്റ്യൻ എന്നിവരിവിടെ ചേർന്നിട്ടുണ്ട്. അവരെയും കൊണ്ടുമാണ് ഞാൻ ഇവിടെ വന്നത്. ഏകദേശം കേരളത്തിൽ നിന്ന് ഏകദേശം 25ഓളം വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഡ്വാർഫ് ബാഡ്മിന്റണിൽ 14 പേരാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിയിൽ നിന്നൊക്കെ ആയിട്ട് മൊത്തം 25ഓളം പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ 3000 ഏക്കർ സ്ഥലത്ത് ഇതില് ഒരു റിട്രീറ്റ് സെന്റർ പോലെയാണ് ഇത് നടക്കുന്നത്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണിത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻസ് അല്ല നടത്തുന്നത്. അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങള്, ഹോസ്പിറ്റലുകള്, അതായത്
അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ ഹോസ്പിറ്റലുകൾ, സ്കൂൾ, കോളേജ് എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പാർക്കടക്കം പിന്നെ ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം ഇതിനുള്ളിലാണ്. ഇതിനുള്ളിൽ പോകുന്ന വണ്ടി അടക്കം ഇവിടെ പ്ലാന്റ് ആണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഞാനിതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ ഒരെണ്ണം തുടങ്ങണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലും കൊച്ചു കാര്യമായാലും വേണ്ടില്ല, അത് വെൽ പ്ലാൻഡ് ആണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരുടെയും സോളാറാണ്. അപ്പൊ അതുപോലെ വെൽ പ്ലാൻഡ് ആണെന്നുള്ളത് റോഡൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് അത് നടക്കാനായിട്ടുള്ള വഴി, അല്ലാതെ വഴി എല്ലാം സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനിങ് എന്നുള്ളത്. നാളത്തെ ഒരു കാര്യത്തെ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാകുന്നില്ല എന്നുള്ളത്. നാളെ വരുമ്പോൾ നാളത്തെ ചന്തം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാകണം, നമ്മൾ ആ ഒരു അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നാളത്തെ പറ്റിയുള്ള ആ ഒരു അവസ്ഥ നമുക്ക് സംജാതമാവുള്ളൂ. അത് ഏറ്റവും ഭംഗിയാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, നാളെ വരുമ്പോൾ ഓക്കെ ഇന്ന് നമ്മളോട് ഇൻഫർമേഷൻ തരാണ്, നാളെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മെഡിക്കൽ ക്യാമ്പല്ല, നാളെ നോക്കട്ടെ, എങ്ങനെയാണ് എഴുന്നേറ്റിട്ട് എനിക്ക് പോകാൻ പറ്റുമോ, അതോ എനിക്ക് വേറെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടാവോ, രോഗം വരുമോ വരാതിരിക്കോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ വീൽ ചെയർ കിട്ടണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ വണ്ടി അവൈലബിൾ ആണെങ്കിൽ പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ നാളെ വരെ കാത്തിരിക്കും. ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് ദർശനം നടത്തുന്ന അമലയുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് പകുതി പേര് പോലും വന്നിട്ടില്ല. അപ്പൊ 120 വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് താല്പര്യമില്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ അമല ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു കൺസെഷൻ തരുമോ, അത് ചോദിച്ചു വരും. എന്നാൽ നേരത്തെ ഇതിനുള്ള കൺസെഷൻ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടി, ഈ അച്ഛനെ വിളിക്കേണ്ട ആവശ്യമില്ല, അതാരും തയ്യാറാവില്ല. പക്ഷെ നമ്മള് ആ സമയത്ത് വരുന്നത് അച്ഛൻ ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ്, എനിക്ക് വേറെ നിവൃത്തിയില്ല, കൺസെഷൻ കിട്ടിയ കൊള്ളാന്നുണ്ട് പറയുന്നുണ്ട്, പിന്നെ കീമോ എടുക്കേണ്ടി വരുമായിരിക്കും, പിന്നെ സ്കാനിങ് നടത്തേണ്ടി വരുമായിരിക്കും, കുറച്ച് ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരുമായിരിക്കും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പൈസ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ. വീട്ടിലൊന്നുമില്ല, ആരുമില്ല, വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാരും ഇല്ല, അതില്ല ഇതില്ല, ഇല്ലാത്ത പരാതികളും പരിപാടികളും ഒക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ അവസരം തരാണെങ്കിലോ, അപ്പൊ അതിന് ഓപ്പറോ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു വാക്കാണ്. അതിനെ വെല്ലുന്ന മറ്റൊരു വാക്കുകൾ പലപ്പോഴും നമ്മൾ കൊണ്ടുവരും. അതായത് എനിക്ക് മിഷൻ ഹോസ്പിറ്റലിലെ കാർഡ് ഉണ്ട്, അപ്പൊ അവിടേക്ക് ഞാൻ പോയാൽ പറ്റും, ഫീസുക്കും അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി വരുന്ന മാത്രം. അല്ലെങ്കിൽ വിൻസെന്റ് പോൾ ഹോസ്പിറ്റലിലെ കാർഡ് ഉണ്ട്, അങ്ങോട്ട് പോകും. ഇവിടേക്ക് വരുമ്പോഴേ ഇവിടുത്തെ കാർഡ് ഉണ്ടെങ്കിലേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പല നമ്മൾ ആ സമയത്താണ് കണ്ണ് തുറക്കാനായിട്ട് നമ്മൾ നോക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തില് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നാളത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം, നാളത്തെ പറ്റിയൊരു പ്ലാനിങ്, ഒരു ലക്ഷ്യബോധം, ഇതൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോ ഇവിടെ ബാഡ്മിന്റൺ വന്നിട്ട് പലരും പഠിച്ചിട്ടില്ല, പഠിക്കാതെ വന്നു, പഠിച്ചവരാണെങ്കിലോ നേടിപ്പോകും. അപ്പൊ എന്താ ചെയ്യാം? പഠിക്കാതെ വന്നിട്ട് ഒരു കാര്യമില്ല, കുറെ എക്സ്പെൻസ് നമ്മൾ നഷ്ടപ്പെടുന്നു, കുറെ പൈസ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ട് ചിലരൊക്കെ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ചെയ്യേണ്ടത് പ്ലാന്റ് ആവണം, ഒരുക്കങ്ങൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. ഈവൻ ദർശന സർവീസ് സൊസൈറ്റി ആയാലും കുറെ ഒരുക്കങ്ങളോടുകൂടി നമ്മൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പലരും ഭിന്നശേഷിക്കാരാണ് അത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഹലോ, അതെ ഞാനൊരു മീറ്റിങ്ങിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. എല്ലാവരും വലിയ പ്ലാനായിട്ട് മുന്നോട്ട് പോവുക, കട്ടായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. സ്നേഹ സംഘടന എല്ലാവരും ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. അവിടെ ഒത്തിരി തിരക്കുകൾക്കിടയിൽ അച്ഛൻ എന്തായാലും കയറി വന്ന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ഉദ്ഘാടനത്തിനായിട്ട് ഫാദർ അനിൽ അക്കര
അച്ഛൻ USA-ലാണ്. അച്ഛൻ അവിടെ ഒരു പള്ളിയിലെ വികാരിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ലീവിന് നാട്ടിലേക്ക് വന്നിരിക്കുന്നതാണ് അച്ഛൻ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ഒരു സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സംഘം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. സംഗമത്തിന്റെ ഈ ഒരു ക്ലബിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഈ റിപ്പോർട്ടിൽ കേട്ടു. എന്തായാലും കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് ഈ ഒരു സംഗമത്തിലൂടെ ഈ ഒരു ക്ലബിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കുറവുകളെയും പരിമിതികളെയും കണ്ട് ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നതിന് പകരമായിട്ട് ജീവിതത്തിലെ വലിയ അത് കണ്ടുപിടിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച് ആ ഒരു മേഖല അതെന്താണെങ്കിൽ അനിൽ അച്ഛൻ നമുക്ക് നെറ്റ് പ്രശ്നമാണ്. അച്ഛൻ എന്നാലും ആ തിരക്കുകൾക്കിടയിലൊക്കെ വന്ന് നമുക്ക് അച്ഛൻ്റെ ഇത് സാന്നിധ്യം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിന് നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ അച്ഛന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്നത് നാടക സിനിമ വേദികളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ജില്ലാ കലോത്സവ വേദികളിൽ സ്ഥിരം ജഡ്ജുമായ നിറസാന്നിധ്യവുമായ ശ്രീ ശൈലേഷ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. അർച്ചനയിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരെയും പരിചയപ്പെടാനും കാണാനും അവിടുത്തെ അന്തരീക്ഷങ്ങൾ അറിയാനും ഒക്കെ ഒരു വേദി എനിക്ക് തന്ന സിജോ, അതുപോലെ മറ്റുള്ള എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദർശനയിലെ മറ്റ് അംഗങ്ങളോടൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു നമ്മള് ജീവൻ എന്താ പറയാ, നമ്മള് പ്രതീക്ഷകള് എല്ലാതും നശിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥയിന്ന് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തി അവരെ വേറൊരു ലോകത്തിലേക്ക് ആനയിക്കുന്ന വലിയ, അതായത് നമ്മള് മനുഷ്യസ്നേഹം, കരുണ, ത്യാഗം എന്നൊക്കെ പറയുന്ന അവസ്ഥയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു അവസ്ഥയാണ് ശരിക്കും ഈ ദർശനയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരിട്ട് അവിടെ വന്നിട്ടോ കണ്ടിട്ടോ ഇല്ല, പക്ഷെ ഇപ്പൊ ഇന്നത്തെ സംഭാഷണങ്ങളും പിന്നെ സിജോ പറഞ്ഞതും ഒക്കെ കൂടി എനിക്കറിയാവുന്ന കുറച്ച് രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല സമയത്തും നമ്മള് ജീവിതത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണത്തിലേക്ക് പെട്ടെന്ന് ചാടിപ്പോകുന്ന കുട്ടികള്, അവര് ആത്മഹത്യ, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നശിച്ച് പോകുന്ന അവസ്ഥ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാരണമില്ലാണ്ട് ഇന്നലെ ഒരു വാർത്ത വന്ന് ഒരു ചെറിയ കുട്ടി ചക്ക കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയണത്. ചക്ക കിട്ടിയില്ല, ചക്ക കൊടുത്തില്ല അമ്മ, കെട്ടിത്തൂങ്ങി മരിച്ചു. 10 വയസ്സുകാരനാണ് കേട്ടാ. 10 വയസ്സുകാരന് ഇത് ചെയ്യാനുള്ള മാനസികാവസ്ഥ, മരണം അവൻ സ്വീകരിക്കാനുള്ള ആ മാനസികാവസ്ഥ, മനസ്സിന് ബലമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന രീതി എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നണത് അത് ദൈവത്തിനോട് അടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് പരിരക്ഷ നൽകാനായിട്ടുള്ളൊരു കരങ്ങൾ അപ്പത്തില്ല എന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ആ രീതിയിൽ ഉള്ളൊരു ലോകത്ത് ഇത്രയും വളരെയധികം എന്താ പറയാ, ശരീരത്തിന്റെ പല തളർന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് നമ്മള് ചിലപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ പോലും അതിന്നും അപ്പുറത്തേക്ക് ലോകമുണ്ട്,
നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ ലോകത്ത്, നമ്മൾ ചെയ്യണം, ഈ ലോകത്തിന് വേണ്ടി പലതും ചെയ്യാനുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി ആ കരുത്താർജിച്ച് വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഇത്തരത്തിലൊരു സംഘടനയിൽ ഒരു അല്പസമയം എനിക്ക് തന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം എല്ലാവരോടും സ്നേഹമുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചെറിയ വാക്കുകൾ കൂടെ ഒത്തിരി നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും അറിവ് പകർന്ന സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആശംസ പറയാനായിട്ട് ആശംസ പറയാനായിട്ട് കുമാരി ആനി താനിശ്ശേരി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനി. എൻ്റെ വീട് മാള തെക്കന്താണിശ്ശേരി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പെണ്ണും ഒരാണും. അപ്പൻ 98 മാർച്ച് 15 അപ്പൻ മരിച്ചു. 28 വർഷമായി. അമ്മ 2023 ഡിസംബർ 30 അമ്മയും പോയി. 2 വർഷം കഴിഞ്ഞു. 2 ചേച്ചിമാര്, 2 അനിയത്തിമാര്, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു ഏക ആങ്ങളയുടെ കൂടെയാണ് ഞാൻ താമസിക്കണേ. അവന് 2 മക്കള്, 2 ആൺകുട്ടികള്. പിന്നെ എനിക്ക് പോളിയോ വന്നതാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ പനി മുഖേന ഒരു 8 വയസ്സ് വരെ നടക്കൂലായിരുന്നു. അതിനുശേഷം നമ്മുടെ കണ്ണമാലി പള്ളിയിൽ അപ്പൻ നേർച്ചയൊക്കെ നേർന്നു എന്നെ ഒരു 3 വർഷക്കാലം അവിടെ അടുപ്പിച്ച് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഞാൻ കാലുമ്മേ കൈ കൊടുത്ത് നടന്നു തുടങ്ങിയത്. ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് ഒന്ന് വീണ്, അതിനുശേഷം നല്ല കാലൊടിഞ്ഞതിന് ശേഷം നടപ്പ് ഇല്ലാണ്ടായി. ഇപ്പൊ വീൽ ചെയറിലായി ഫുള്ളായിട്ട്. പിന്നെ എന്നെ ആശംസ പറയാൻ ഇന്നത്തേക്ക് ക്ഷണിച്ചത് ലീനയാണ്. എന്നിട്ട് പറയണ്ടെന്നൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നാലും ആദ്യമൊക്കെ നമ്മൾക്ക് ഒരു എന്താ പറയുക, ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോ നമുക്ക് ഒരു വിഷമായിരുന്നു ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന്. പക്ഷെ ദർശനയിലേക്ക് വന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഫീലിംഗ് എല്ലാം മാറിപ്പോയി. കാരണം നമ്മളെക്കാൾ ആവശ്യതയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടാണ് അനുനിമിഷവും. അപ്പൊ തന്നെ നമുക്ക് യാതൊരു വിഷമവും ഇല്ലാണ്ടായി. പിന്നെ ദർശനയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഓരോ ഇതുപോലെ തന്നെ പറയാൻ തന്നെ ഒരു ധൈര്യം കിട്ടിയത്. അതിന് നമ്മളെ ഓരോ കഴിവുകളെയും പുറത്തു കൊണ്ടുവരാൻ അച്ഛൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ഇനിയും നമ്മുടെ ദർശന ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ആനി ചേച്ചി നമ്മുടെ ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ലീഡറാണ് കേട്ടോ. ദർശന ഗ്ലോറിയ ഗ്രൂപ്പിന്റെ ലീഡറാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് ചേച്ചിയുടെ സന്തോഷം. നന്ദി പറയാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ സിജോൻ പറപ്പൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശിവന്റെ ഉറവ ഗ്രൂപ്പ് നടത്തുന്ന ദർശന ക്ലബിന്റെ 246ാമത് സ്നേഹ സംഗമത്തിന്റെ നന്ദി പറയുന്ന ചടങ്ങിലേക്ക് കടക്കുന്നു. ആദ്യമായി നമ്മുടെ അധ്യക്ഷപദം അലങ്കരിച്ച ദർശന ക്ലബ്ബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സോളമൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് നന്ദി പറയാണ്. അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച റവറൻ ഫാദർ അനിൽ അക്കര, USA മേറ്റർ ഡി പാരിഷ് ചർച്ചിലെ അസിസ്റ്റന്റ് പുരോഹിതനാണ്. അച്ഛൻ നാട്ടിലുണ്ടെന്ന് അറിയുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛനെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിന്, സംസാരിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ കൂടെ ആയിരുന്നത് എൻ്റെ കൂട്ടുകാരനും സിനിമ നാടക വേദികളിൽ സ്ഥിരം സാന്നിധ്യവുമായ ശ്രീ ശൈലേഷ് ചേട്ടനാണ്. ആളിനെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വാക്കോ ഒന്നും പറയാതെ അപ്പൊ തന്നെ എന്താ ഡേറ്റ് എപ്പോഴാന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് സുരേഷ് ചേട്ടൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്താമെന്ന് പറഞ്ഞ ശ്രീ പ്രഭനൻ സാറ് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല.
അദ്ദേഹത്തിനും സാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹം തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ ആശംസ ഏറ്റവും വളരെ ഭംഗിയായി അവതരിപ്പിച്ച നമ്മുടെ ആനി ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ റിപ്പോർട്ട് വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജോസേട്ടൻ കൊരട്ടിക്ക് നന്ദി അറിയിക്കുന്നു. അവതരണം മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജോയ് പള്ളിക്കുന്നിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാഗാനം വളരെ മനോഹരമായി ആലപിച്ച ശ്രീമതി റഹീന പാവർട്ടിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ കുമാരി ലീന എം ചേതാട്ടിക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടിയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആരെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 146ാമത്തെ സ്നേഹസംഗമം അവസാനിച്ചു. അത് സ്നേഹപൂർവ്വം പിരിച്ചുവിട്ടിരിക്കുന്നു.